ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ ഇന്ന് മെയ് ദിനം ആഘോഷിക്കുകയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് തുടങ്ങിയ പോരാട്ടം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അൽഗോരിതങ്ങളുടെയും കാലത്താണ്. ഗിഗ് വർക്കർമാർ മുതൽ IT പ്രൊഫഷണലുകൾ വരെ ഇന്ന് ചോദ്യം നേരിടുന്നുണ്ട്. നമ്മൾ വെറും ഡാറ്റയാണോ അതോ അതിനപ്പുറം മൂല്യമുള്ള മനുഷ്യരാണോ എന്ന്. ഈ മെയ് ദിനത്തിൽ ഗൗരവകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. തൊഴിലാളികൾ അവർ ഉത്പാദിപ്പിക്കുന്ന കോഡിനേക്കാൾ വലിയ ഒന്നാണ്. ഇന്ന് പല കമ്പനികളും തൊഴിലാളികളെ കാണുന്ന വെറും ഔട്ട്പുട്ട് നൽകുന്ന മെഷീനുകളായിട്ടാണ്. ഒരു ഡെലിവറി പാർട്ട്ണർ എത്ര മിനിറ്റിനുള്ളിൽ ഭക്ഷണം എത്തിച്ചു, ഒരു പ്രോഗ്രാമർ എത്ര വരി കോഡ് എഴുതി, ഇതൊക്കെയാണ് ഇന്ന് വിജയത്തിൻ്റെ അളവുകോലുകൾ. പക്ഷേ ഇതിനിടയിൽ മനുഷ്യനെന്ന ഘടകം വിസ്മരിക്കപ്പെടുന്നു. അധ്വാനം എന്നത് വെറും സാങ്കേതികമായ ഒരു പ്രക്രിയയല്ല. അതിൽ സർഗാത്മകതയുണ്ട്, വികാരങ്ങളുണ്ട്, സാമൂഹികമായ ഇടപെടലുകളുണ്ട്. എഐക്ക് ഒരിക്കലും പകരം വയ്ക്കാൻ കഴിയാത്തതും ഇതുതന്നെയാണ്. പണ്ട് നമുക്ക് മുന്നിലൊരു ബോസ് ഉണ്ടായിരുന്നു. ഇന്ന് പലർക്കും ബോസ് ഒരു അൽഗോരിതമാണ്. ഗിഗ് ഇക്കോണമിയിൽ ജോലി ചെയ്യുന്നവർക്ക് എന്നാണ് ജോലി തുടങ്ങേണ്ടത്, എത്ര നേരം ചെയ്യണം, എത്ര കൂലി കിട്ടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു ആപ്പാണ്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അൽഗോരിതങ്ങൾക്ക് വിശപ്പില്ല, ദാഹമില്ല, അവയ്ക്ക് വീട്ടുജോലികളോ അസുഖങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ അവ മനുഷ്യരിൽ നിന്ന് അസാധ്യമായ വേഗതയും കൃത്യതയും പ്രതീക്ഷിക്കുന്നു. ഇത് തൊഴിലാളികളെ മാനസികമായും ശാരീരികമായും തളർത്തുന്നു. തൊഴിലാളികൾ വെറും യന്ത്രഭാഗങ്ങളായി മാറുന്ന അവസ്ഥയാണിത്. AI വരുന്നത് വഴി ജോലി നഷ്ടപ്പെടാമെന്ന പേടി എല്ലാവർക്കുമുണ്ട്. എന്നാൽ ലേഖനം പറയുന്നത് മറ്റൊരു കാര്യമാണ്. AI മനുഷ്യൻ്റെ ജോലി പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനേക്കാളുപരി ജോലിയുടെ സ്വഭാവത്തെ മോശമാക്കുന്നു എന്നതാണ് സത്യം. കുറഞ്ഞ വേതനത്തിന് കൂടുതൽ ജോലി എടുപ്പിക്കാൻ സാങ്കേതികവിദ്യ ഒരു കാരണമാകുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ ക്ലിക്കുകളും, നമ്മൾ നൽകുന്ന ഓരോ വിവരങ്ങളും വൻകിട കമ്പനികൾ അവരുടെ AI മോഡലുകളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ തന്നെ നമ്മുടെ ജോലിയെ മറികടക്കാൻ മെഷീനുകളെ സഹായിക്കുന്നു എന്ന വിരോധാഭാസമാണ് ഇവിടെ. അപ്പോൾ എന്താണ് പോംവഴി? സാങ്കേതികവിദ്യയെ എതിർക്കുകയല്ല വേണ്ടത്, മറിച്ച് സാങ്കേതികവിദ്യ തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. കമ്പനികൾ എങ്ങനെയാണ് തൊഴിലാളികളെ വിലയിരുത്തുന്നത് എന്ന് വ്യക്തമാക്കണം. തൊഴിലാളികൾ ഉത്പാദിപ്പിക്കുന്ന ഡാറ്റയിൽ അവർക്കും അവകാശമുണ്ടായിരിക്കണം. ലാഭത്തേക്കാൾ ഉപരി മനുഷ്യൻ്റെ അന്തസ്സിന് വില നൽകുന്ന തൊഴിൽ നിയമങ്ങൾ ഉണ്ടാകണം. തൊഴിലാളികൾ വെറും നമ്പറുകളല്ല, കോഡുകളല്ല, അവർ ഈ സമൂഹത്തിൻ്റെ നട്ടെല്ലാണ്. AI എത്ര വളർന്നാലും മനുഷ്യൻ്റെ അധ്വാനത്തിന് നൽകുന്ന ആ മൂല്യം നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ മെയ് ദിനം കേവലം ഒരു അവധി ദിവസമല്ല, മറിച്ച് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവട്ടെ. എല്ലാ തൊഴിലാളികൾക്കും മെയ് ദിനാശംസകൾ.